നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് നാടകം കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുക. സ്റ്റേജ് മാനേജ് ഏർപ്പാടാക്കിട്ട് രാത്രി മഴയൊക്കെ പെയ്തെങ്കിലോ എന്റെ എച്ചിത്തരെന്ന് പറഞ്ഞാൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമൊന്നല്ല, നല്ല ബോധ്യമുണ്ട്. കാലത്തിന്റെ ഉദ്ഘാടനത്തിന് എന്റെ വക ഫ്രീ. ഇന്നലെ ഒരു സംഭവം അറിഞ്ഞ ഞാൻ ഈ തളപ്പം ഇങ്ങോട്ട് കോടേക്ക് വരുന്നു. അപ്പൊ ഒരു ബൈക്കാരൻ ആ സ്പീഡ് വരുന്നുണ്ട്. സ്കൂൾ കുട്ടികളുണ്ട് സൈക്കിളും കൊണ്ട് പെട്ടെന്ന് വെട്ടിട്ട് വന്നു. ബൈക്കാരൻ പോയിട്ട് പെട്ടെന്ന് കാറുണ്ട് അങ്ങനെ വരുന്നു. ഇയാൾ എടുക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് വന്നു. പോയില്ലേ? ഞാനെടുത്ത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പെട്ടെന്ന് പോയി ഹോസ്പിറ്റലിലേക്ക് അവസ്ഥ. ഇയാൾ കുറച്ച് പൈസ സെക്യൂരിറ്റി കൊടുത്തിട്ട് ആരെങ്കിലും വന്നാൽ ഇതെല്ലാം ശരിയാക്കണം, ഇതെല്ലാം പറഞ്ഞു വിടണം. ഏതാ മനുഷ്യൻ ആശുപത്രിയിലോട്ട് ആശ്വാസം. എന്ത് മനുഷ്യനാന്ന് അത് വാക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് മനുഷ്യനോട് ചെയ്യേണ്ട ഒരു കടമയാണല്ലോ. അത് നമ്മളിപ്പോ ഒരാൾ സീനിൽ കിടക്കുന്ന കണ്ടാൽ നമ്മൾ എടുക്കും, ഓടും, ആസ്പത്രി കൊണ്ടുപോയി. ആരൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും വളരെ നന്ദി. പരിപാടി നമ്മുടെ ഈ നാട്ടിന്റെ ഒരു ഉത്സവമാണ്. നമ്മുടെ ആ 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലയില്ലേ, ആ പാലത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ. പരിപാടികൾ നടക്കട്ടെ. പെരുമ്പളം പാലം എന്താണ് എല്ലാ കാര്യത്തിനും ഒരു നിശ്ചയൊക്കെ വേണ്ടേ? ഒരു കൃത്യനിഷ്ഠ. ഈ സതീശാട്ടൻ പറഞ്ഞ സാധനം വേണം, സതീശാട്ടൻ പറഞ്ഞില്ല ആ നിഷ്ഠ. നിങ്ങൾ ആ നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, മുമ്പിലെത്താ പറഞ്ഞ ഞങ്ങളെ ജനങ്ങൾക്കിടയിലായിരുന്നു ജാഗരൂകരായി കിട്ടാ. വെള്ളത്തിലെ മീനിനെ പോലെ. വെള്ളത്തിലെ മീനല്ല, ഇന്നലെ നല്ല കാര്യം തന്നെ. ഈടെ വെള്ളം പറ്റുമ്പോ കേന്ദ്രത്തിലെ കുളത്തിലേക്ക് എടുത്ത് തുള്ളു. വെറുതെ അല്ല, നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം ഇങ്ങനെ ചൊറിയും കുത്തി പുറത്തിരിക്കേണ്ടി വന്നു. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ രഹസ്യമായിട്ടൊരു സർവേ അങ്ങ് നടത്തി. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഫലം. നമ്മൾ വിജയിക്കുന്നല്ലേ സർവേ? അങ്ങനെ കാട്ടിക്കൂട്ടിയാ ഇതാ നമ്മള് നടത്തിയ സർവേ ഫലത്തിന്റെ എന്താന്നറിയാ വിശ്വട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. LDF തന്നെ വീണ്ടും അധികാരത്തിലെത്തുന്ന ജനങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ 10 കൊല്ലങ്ങളാണ് ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യവസായ സൗഹൃദത്തിൽ 1ാം സ്ഥാനം മാത്രം. ഈ എന്ന് പറയുന്ന 5 കൊല്ലം കൊണ്ട് എത്തിയ വീട് 5 ലക്ഷം വീടാ കൊടുത്ത. പിന്നെ LDF അല്ലാണ്ട് ആരാ വരുന്നത്? സർക്കാർ ആശുപത്രിയല്ലോ, ഹൈടെക് അല്ലേ? സർക്കാർ ആശുപത്രി മാത്രം. നമ്മള് സ്കൂളുകളിൽ കെട്ടിടം കെട്ടിടം ഏതാ കെട്ടിടം? സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഏതെങ്കിലും കെട്ടിടം ഇല്ലാണ്ടുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസ നിലവാരം ഹൈടെക് അല്ലേ? 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഇപ്പൊ എത്രയാ? 2000 രൂപയാക്കി. ലോഡ് ഷെഡിങ് ഉണ്ടാ? ഈ മക്കൾക്ക് അറിയാം പവർ കട്ട് എന്ന് പറഞ്ഞാൽ. കട്ടപ്പുറത്തായിരുന്ന KSRTC ഇന്ന് വൻ ലാഭത്തിലല്ലേ? ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഗെയിൽ പദ്ധതിയോ ദേശീയപാതയോ എല്ലാം മണിമണിയല്ലേ വരുത്തിക്കൊണ്ടുവരുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് അതിലേക്ക് ഒരു വണ്ടി ഓടിച്ചു നോക്കിയില്ലേ? പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തിലെ ചില റോഡുകൾ ചിലതെന്താ 1-2 ബസ് ഓട്ടി ഹലോ നിങ്ങൾ ഈ പായ്ക്ക് വേണ്ടിയിട്ടാ സംസാരിക്കുന്നത്. നമ്മൾ UDF